ഇച്ചിരി സമയം എടുക്കും കേട്ടോ. കുറേ മാപ്പാപ്പ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഞാൻ വലിയ പ്രൊഫഷണൽ പ്രസംഗക്കാരനൊന്നുമല്ല, അപ്പോൾ ഉള്ള തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എന്നെ ഒരുമാതിരിയുള്ളവർക്കെല്ലാം അറിയാം. എൻ്റെ പേര് തോമസ് കുട്ടി എന്ന് വിളിക്കും. വീട് കാഞ്ഞിരപ്പള്ളി. ഞാൻ വേൾഡ് യൂത്തിലേക്ക് എനിക്ക് പോകണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. സിഡ്നി വെച്ചുള്ളതിന് പോകാൻ പറ്റിയില്ല, അന്നേരം പഠിക്കുമായിരുന്നു. പിന്നെ സ്പെയിനിൽ വെച്ച് നടന്നു. അന്നേരം ജോലിയായില്ല. കഴിഞ്ഞ കൊല്ലം ദൈവം നല്ലൊരു ജോലി എനിക്ക് അനുഗ്രഹിച്ചു. അതുകൊണ്ട് എനിക്ക് വേൾഡ് യൂത്തിലേക്ക് പോകാൻ സാധിച്ചു. അവിടെ സാധാരണ ഒരാളെ പോലെയാണ് ഞാൻ പോയത്. അവിടെ പോയത് ഒരു ഇന്റർനാഷണൽ വോളണ്ടിയറായിട്ടാണ് പോയത്. സർവീസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഫർമേഷൻ സെന്ററിൽ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അവിടെ പോർച്ചുഗീസാണ് ഭാഷ. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ജോലി. പിന്നെ മാർപ്പാപ്പയുടെ വരുമ്പം ബാരിക്കേഡ് പൊളിച്ച ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സെക്യൂരിറ്റി ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്, വോളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. പിന്നെ ബ്രസീലിലോട്ടുള്ള യാത്ര ഒരു 40 മണിക്കൂറുണ്ടായിരുന്നു. അപ്പം പകുതിയായപ്പോൾ ഞാൻ മടുത്തു. ദുബായിലേക്ക് ചെല്ലുന്നതിന് മടുത്തു. അപ്പം ഞാൻ ദൈവത്തോട് ദൈവമേ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഞാൻ ഒത്തിരി മടുത്തു. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ദൈവം തന്നു. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു 16-ാം തീയതി രാത്രി, 14-ാം തീയതി അവിടെ ചെന്നു. 16-ാം തീയതി രാത്രി ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഇമെയിൽ കിട്ടി. ആ ഇമെയിലിൻ്റെ കണ്ടന്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം മാർപ്പാപ്പയായിട്ട് ലഞ്ചിന് ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. നമുക്കെല്ലാം ഇങ്ങനെ ഒത്തിരി സ്പാം ഇമെയിലുകൾ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ഒരു $1 മില്യൺ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ളൊരു ആള് ആഫ്രിക്കയിൽ ഒരു രാജാവ് മരിച്ചുപോയി, പുള്ളിയുടെ സ്വത്ത് മുഴുവൻ നിങ്ങളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നെല്ലാം നമുക്ക് ഒത്തിരി ഇമെയിലുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഞാനും അത് കൂട്ടുന്നതാണെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ IT ആയതുകൊണ്ട് അതിൻ്റെ ഇമെയിലിൻ്റെ ഉറവിടം ശരിയാണോ, ഒറിജിനലായിട്ടുള്ള ഇമെയിലാണോ എന്നൊക്കെ അന്ന് രാത്രി തന്നെ ഇരുന്ന് ചെക്ക് ചെയ്തു. അപ്പം തെറ്റായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ആ ഇമെയിലിനകത്ത് ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ അഡ്രസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ആ ഫോൺ നമ്പർ വിളിച്ചു. അപ്പം ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു വോളണ്ടിയറായിരുന്നു ഫോൺ എടുത്തത്. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഈ ഭയങ്കര ലക്കിയാണ്, എനിക്ക് പോലും ഈ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് തുടക്കം. പിന്നെ 26-ാം തീയതി ആയിരുന്നു ലഞ്ചിൻ്റെ അവസരം കിട്ടിയത്. അപ്പം ഈ ഒരു ബിൽഡിംഗ് വെച്ചായിരുന്നു ലഞ്ച്. ഇത് അവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ ഓഫീസാണ്. അതൊരു വലിയൊരു ബിൽഡിംഗാണ്. അവിടെ ചെന്ന് ഒത്തിരി സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ID കാർഡൊക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒത്തിരി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാം ഒരു മുറിയിലോട്ട് കൊണ്ടേക്ക് ഇരുത്തി. ഒരു ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളൊരു മുറിയിൽ കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അന്നേരമാണ് ആരൊക്കെയാണ് കൂടെ ഉള്ളത്, നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ബാക്കിയോടെ എത്ര പേരുണ്ട്, ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. പിന്നെ ആ ഇമെയിലിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതിൻ്റെ അകത്ത് കോൺഫിഡൻഷ്യൽ ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആരോടും പറയരുത്, വീട്ടിലും പറയരുത്, ഫേസ്ബുക്കിലും ഇടരുത്, ഒരിടത്തും പബ്ലിഷ് ചെയ്യരുത്. അതുകൊണ്ട് എനിക്കിവിടെ അച്ഛനോട് ഒരു നേരത്തെ പറയാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛനെ മെസ്സേജ് അയക്കുന്നത്. ഇതാണ് ആ ലഞ്ച് കഴിച്ചതിൻ്റെ ഒരു ഫോട്ടോ. അപ്പം ഭാഷ അറിയാൻ മേലാത്തതുകൊണ്ടും അവരെന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ മേലാത്തതുകൊണ്ടുമാണ് എനിക്ക് മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ സാധിച്ചത്. അവിടെ അവർ വോളണ്ടിയർ അല്ല, അവിടുത്തെ ഒരു ആർച്ച് ബിഷപ്പുണ്ട്. ആർച്ച് ബിഷപ്പ് പോർച്ചുഗീസ് ഭാഷയിലാണ് ആരൊക്കെ എന്തൊക്കെയാണ് മാർപ്പാപ്പ വരുന്നത് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഒരു 4-5 പേരുണ്ടായിരുന്നു, ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ആൾക്കാർ. അവർക്കൊന്നും മനസ്സിലായില്ല. ബാക്കിയുള്ളവർക്കെല്ലാം സ്പാനിഷും പോർച്ചുഗീസും രണ്ടും ഏകദേശം സെയിം ആയതുകൊണ്ട് അവർക്കെല്ലാം മനസ്സിലായി. അപ്പോൾ അവരൊക്കെ ഓരോ സീറ്റിൽ കയറിയിരുന്നു. അപ്പം നമുക്ക് എന്നാ പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം മാറിയിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്താ ഇംഗ്ലീഷിൽ പറയാമെന്ന് ചോദിച്ചു. അപ്പം ആർച്ച് ബിഷപ്പ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമെന്ന് ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കാൻ വേണ്ടി സാധിച്ചത്. അത് നമ്മുടെ ഒരു കഴിവല്ല. നമ്മൾ മാനുഷികമായിട്ടുള്ള ഏതൊരു കഴിവ് വെച്ച് നോക്കിയാലും അവിടം വരെ ചെല്ലാൻ പറ്റത്തില്ല, ആ മുറിക്കകത്ത് പോലും കയറാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹമാണ്. ലഞ്ചിന് അത് കഴിഞ്ഞ് പോപ്പ് ആ റൂമിലോട്ട് വന്നു. ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പോപ്പ് വന്നു. മാർപ്പാപ്പ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം എൻ്റെ അടുത്താണ് വന്നത്. ഞാൻ എന്നാൽ അതിൻ്റെ ആദ്യം വന്നത്. എന്നോട് ചോദിച്ചു, നീ എവിടുന്ന്, നിന്റെ പേരെന്നാന്ന് ചോദിച്ചു.
എനിക്ക് മനസ്സിലായില്ല ചോദിക്കുന്നത്, സ്പാനിഷിലാണ് ചോദിച്ചത്. അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കി നിന്നപ്പോഴത്തേനും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, നിൻ്റെ പേരെന്നാണെന്ന് ചോദിക്കുന്നത്. പറഞ്ഞു, എൻ്റെ പേര് തോംസൺ. പിന്നെ എവിടുന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ന്യൂസിലൻഡിൽ നിന്നാണ് പറഞ്ഞു. അപ്പം പറഞ്ഞു, പാപ്പ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ട് നീ പതുക്കെ പതുക്കെ പറയാൻ പറ്റും, പതുക്കെ പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി മാർപ്പാപ്പ ഇൻവൈറ്റ് ചെയ്തു, വെൽക്കം ചെയ്തു. മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഭക്ഷണം ആശീർവദിച്ചു, ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചു. അന്ന് 26-ാം തീയതി മാതാപിതാക്കളുടെ ഫീസ്റ്റായിരുന്നു, സെയിന്റ് ആൻഡ്രിയും സെയിന്റ് ജോവാക്കിന്റെയും. അപ്പം അത് ഈശോയുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഫീസ്റ്റ് ആയതുകൊണ്ട് മാർപ്പാപ്പ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞു. ഗ്രാൻഡ് പേരൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഗ്രാൻഡ് പേരൻസിന്റെ ഉള്ള ഒരു പ്രാധാന്യം അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. മാർപ്പാപ്പയുടെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് പറഞ്ഞു. മാർപ്പാപ്പയ്ക്ക് വിശ്വാസം കിട്ടിയത് മാർപ്പാപ്പയുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ആ കൊടുത്തേക്കുന്ന പടം എൻ്റെ വല്യപ്പൻ്റെയും പോയി കാണുന്ന വല്യമ്മയാണ്. എൻ്റെ മാമോദിസയ്ക്ക് എടുത്ത ഒരു ഫോട്ടോയാണ്. മാർപ്പാപ്പ എന്നോട് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് കത്തോലിക്ക വിശ്വാസം ലഭിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്ക് കത്തോലിക്ക വിശ്വാസം ലഭിച്ചതും എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം പേരൻസ് ജോലിക്കൊക്കെ പോയപ്പോൾ ഞാൻ ഗ്രാൻഡ് പേരൻസിനോട് നിന്നാണ് വളർന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാർപ്പാപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളെല്ലാം പിന്നെ ഇരുന്ന് കൈയും കാലിട്ട് വരച്ചൊക്കെ ഇരിക്കുമായിരുന്നു. കാരണം വലിയൊരാളോടെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിനേക്കാളും വലിയൊരാളോടെ എനിക്ക് ഭക്ഷണം കഴിക്കാനില്ല. അപ്പം എല്ലാവർക്കും ഒരു വിറയലും പേടിയൊക്കെ ആയിരുന്നു. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാനും സാധാരണ ഒരു മനുഷ്യനാണ്, ഞാൻ വെറും ഒരു പോപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ റിലാക്സ്ഡ് ആയില്ല, കൈയൊക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പം ഞങ്ങളൊന്നും മിണ്ടുന്നുമില്ല. മാർപ്പാപ്പ തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങി. മാർപ്പാപ്പയുടെ യുവജനങ്ങൾക്കിടയ്ക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെച്ചു. മാർപ്പാപ്പ പറഞ്ഞതാണ്, ഞാനൊരു വലിയ ഓർഗനൈസേഷനിലോ ഒരു മൂവ്മെന്റിലോ പ്രെയർ ഗ്രൂപ്പുകളിലോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഇടവകയിലും എൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ ചെയ്യണം. ചുറ്റുമുള്ള യുവജനങ്ങളിൽ പ്രത്യാശ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യാശയില്ലാത്ത യുവജനങ്ങളാണ് കൂടുതൽ. പ്രത്യാശയില്ലാത്ത യുവജനങ്ങൾക്ക് നിങ്ങൾ പ്രത്യാശ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ യുവജനങ്ങൾക്കിടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ ഒരാളായിട്ട് അവരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് അവരെ നമ്മുടെ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ മലയാളത്തിൽ കൺവേർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചൊക്കെ റിലാക്സ്ഡ് ആയി. അപ്പോൾ മാർപ്പാപ്പ നമ്മളോട് ചോദിച്ചു, നിങ്ങളുടെ ടെസ്റ്റിമോണിയം, അതായത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ആ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ന്യൂസിലൻഡിൽ ഒരു ഡിവൈൻ യൂത്ത് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളെല്ലാം വെള്ളിയാഴ്ചയും പ്രയർ ഗ്രൂപ്പുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആരാധന നടത്താറുണ്ട്. ആ കാര്യത്തെക്കുറിച്ചെല്ലാം സംസാരിച്ചു. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഞാനിവിടെ ന്യൂസിലൻഡ് വരുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഒരു 6 മാസം നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിടുത്തെ ധ്യാനിപ്പിക്കാൻ പോകുന്ന അച്ഛനോട് വണ്ടി ഓടിക്കാനും പിന്നെ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചെല്ലാം മാർപ്പാപ്പയോട് സംസാരിച്ചു. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ യുവജനങ്ങൾക്കിടയ്ക്ക് വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഓർഡർ കൊടുക്കാതെ നമ്മൾ അവരുടെ ഇടയ്ക്കോട്ട് ഇറങ്ങിച്ചെല്ലുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഭക്ഷണം അതുവരെ തുടങ്ങിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും 2 സിസ്റ്റർമാർ വന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വന്ന് ആദ്യമേ മാർപ്പാപ്പയോട് ചോദിച്ചു, മാർപ്പാപ്പയ്ക്ക് വൈറ്റ് വൈൻ ആണോ റെഡ് വൈൻ ആണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ വൈൻ കുടിക്കാറില്ല, എനിക്ക് ജ്യൂസ് തന്നാൽ മതി. അപ്പം ഞങ്ങളെല്ലാം മാർപ്പാപ്പ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വേണം നമുക്കും അത് തന്നെ എടുക്കാൻ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നശിപ്പിച്ച് കളഞ്ഞു.
ആ പ്രതീക്ഷകളെ പോയി. പക്ഷെ മാർപ്പാപ്പ നമ്മളോട് കമാൻഡ് ചെയ്യാതെ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുമായിരുന്നു നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത്. മാർപ്പാപ്പ അവിടെ വൈൻ കുടിക്കുവാണെങ്കിൽ നമ്മളെല്ലാം വൈൻ കുടിച്ചത്, അതിലൂടെ നമുക്കൊരു മെസ്സേജ് തരാൻ പറ്റുന്നില്ല. പക്ഷെ മാർപ്പാപ്പ വൈൻ കുടിക്കാതെ കാണിച്ചു തന്നു, നിങ്ങളും അതുപോലെ ചെയ്യുക. ഞങ്ങൾക്ക് ആർക്കും പിന്നെ വൈൻ കുടിക്കാൻ പറ്റിയില്ല. ഈ ഒരു അനുഭവം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചപ്പോൾ ചോദിച്ചു, എല്ലാവരും വൈൻ കുടിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു അവിടെ വെച്ച് ഇനി മുതൽ ഞങ്ങളും നമ്മുടെ മാർപ്പാപ്പയെ പോലെ ആൽക്കഹോൾ കഴിക്കില്ല. പിന്നെ നമുക്ക് മാർപ്പാപ്പയോട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിച്ചു. അതിനെല്ലാം മാർപ്പാപ്പ നല്ല ഒരു അതോറിറ്റി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ തന്നു. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കത്തോലിക്കനായിട്ട് ജീവിക്കാൻ സാധിക്കുക? നമുക്ക് ഒത്തിരി പാരമ്പര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കത്തോലിക്കനായിട്ട് ജീവിക്കാൻ സാധിക്കും? അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് എങ്ങനെയാണ്? ക്രൈസ്റ്റ് ഈസ് പ്രസന്റ്, ട്രഡീഷൻസ് ആർ പാസ്റ്റ് ഓർ ഹിസ്റ്ററി. You live with Christ in the present. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ആളാണ്. നമ്മുടെ ട്രഡീഷൻസ് എല്ലാം ഒരു ഹിസ്റ്ററിയാണ്, പഴയ കാര്യമാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇന്ന് അങ്ങ് ജീവിക്കുക, പഴയ കാര്യങ്ങളെല്ലാം മറക്കുക. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. പിന്നെ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഒത്തിരി വചനം പ്രഘോഷിക്കാനോ ബൈബിൾ പറയാനോ നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കത്തോലിക്ക വിശ്വാസം നിങ്ങൾ ജീവിച്ച് കാണിക്കുക, അതിലൂടെ ആൾക്കാരെ നൽകുക. നമ്മൾ വചനം മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇന്നത്തെ ബൈബിൾ റീഡിങ്ങിൻ്റെ അകത്ത് ഏകദേശം അത് തന്നെയാണ് നമുക്ക് കിട്ടിയൊരു മെസ്സേജ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല, നമ്മൾ അത് ജീവിക്കുന്നത് കൊണ്ടാണ് കാര്യം. പിന്നെ വേറൊരു പെൺകുട്ടി, ബ്രസീലിലെ ഒരു പെൺകുട്ടി പാപ്പാപ്പടി ചോദിച്ചു, എന്നോടൊരു സിസ്റ്റർ പറഞ്ഞു, ഞാനൊരു കന്യാസ്ത്രീ ആകുവാണെങ്കിൽ മാത്രമേ എൻ്റെ ഹൃദയം യേശുവിന് സ്വന്തമാകുള്ളൂ, യേശുവിൻ്റെ സ്വന്തമാകുള്ളൂ. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, എല്ലാവരുടെയും ഹൃദയം യേശുവിന് സ്വന്തമാണ്. പക്ഷേ നിങ്ങൾക്ക് ദൈവം ഓരോ റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ആണ് നിങ്ങളുടെ ഹൃദയം യേശുവിൻ്റെ സ്വന്തമാകുന്നത്. അല്ലാതെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി അത് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് കഴിയില്ല. അപ്പം അച്ഛനാണോ സിസ്റ്ററാണോ അതിൻ്റെ അകത്തല്ല, നമുക്ക് തന്നേക്കുന്ന ഉത്തരവാദിത്വം അത് ചെയ്യുന്നതിൻ്റെ അകത്താണ് കാര്യം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്നായിരുന്നു അടുത്തൊരു ചോദ്യം. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് എങ്ങനെയാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുകയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് തക്ക സമയമാകുമ്പോഴത്തേക്കും കർത്താവ് നമുക്ക് പറഞ്ഞു തരും. കർത്താവ് നമുക്ക് ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ട് തന്നെ നമുക്കൊരു വെളിപ്പെടുത്തൽ ഉണ്ടാക്കി തരും. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ ഉള്ള ആൾക്കാർക്ക് പ്രത്യാശ കൊടുക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിന് വേണ്ടി എപ്പോഴും കാതോർത്തിരിക്കുക. സാമുവേൽ പറഞ്ഞതുപോലെ സ്പീക്ക് ലോർഡ് ഫോർ യുവർ സെർവന്റ് ഈസ് ലിസണിംഗ്. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ വിളിക്കാനായിട്ട് കാതോർത്തിരിക്കുക, റെഡിയായിട്ടിരിക്കുക. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതാണ് എങ്ങനെയാണ് യുവജന കളിക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞെങ്ങനെയാണ്, ഒരു വ്യക്തി മുഴുവനായിട്ടും കത്തോലിക്കനായി നല്ല രീതിയിൽ ജീവിക്കുന്നവരും വരെ നമ്മൾ കാത്തിരിക്കണ്ട. നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും, നമ്മുടെ സഭയിലോ നമ്മുടെ പള്ളിയിലോ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ വ്യക്തിയെ കൂടെ ഉൾപ്പെടുത്തുക എല്ലാ കാര്യങ്ങളും. നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ട് ആ വ്യക്തി കൺവേർട്ടാകട്ടെ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. പിന്നെ മാർപ്പാപ്പ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, പ്രത്യാശയില്ലാത്തൊരു വ്യക്തി ഓൾറെഡി ഒരു രോഗിയാണെന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം പ്രത്യാശയില്ലാത്ത ആൾക്കാർക്ക് ക്രിസ്തുവിന്റെ പ്രത്യാശ പകർന്നു കൊടുക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇതെല്ലാം കഴിഞ്ഞ് മാർപ്പാപ്പ നമ്മോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അത് ആ ചോദ്യങ്ങൾ കേട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കരഞ്ഞു. അത് കരയാതിരിക്കാൻ സാധാരണ ഹൃദയമുള്ള ആൾക്കും പറ്റത്തില്ല. അതുപോലെ ചോദ്യങ്ങളായിരുന്നു. മാർപ്പാപ്പ ആദ്യമേ ചോദിച്ച ചോദ്യം, why are you having grandchildren, Holy Father, when there are millions of mothers starving for food in slums? നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു?
തെരുവിൽ ഒത്തിരി ആൾക്കാർ ഭക്ഷണമില്ലാതെ മരിക്കുന്നു, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നു. നിങ്ങളെന്തുകൊണ്ട് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു? ഇത് തന്നെയാണ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ യേശുക്രിസ്തു ചോദിച്ചത്. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ആ ഒരു ചോദ്യത്തോടെ ഞങ്ങളുടെ എല്ലാ സന്തോഷവും അവിടെ പോയി. എല്ലാവരും കരയാൻ തുടങ്ങി. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളത്? ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ഒത്തിരി മാരകമായ രോഗങ്ങളോടെയാണ് ജനിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്? നിങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്? എന്നാൽ വേറെ കുറെ ആൾക്കാർക്ക് ദാരിദ്ര്യമല്ലാതെ വേറെ ഒന്നുമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഉണ്ട്? നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട്? എന്നാൽ ലക്ഷങ്ങൾക്ക് എഴുതാനും വായിക്കാനും കൂടി അറിയത്തില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ട്? നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. എന്താണ് ഉത്തരം കൊടുക്കുന്നത്? എന്നാ പറയാൻ പറ്റും? നിങ്ങളാണ് എന്നാ പറയുന്നത്? ഒന്നും പറയത്തില്ല, ഇങ്ങനെ വിഷമിച്ചിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു ഇത് കണ്ടിട്ട് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഇപ്പൊ എനിക്ക് ഉത്തരം തരണ്ട, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, ദൈവം നിങ്ങളെ വളരെയധികം സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ വളരെയധികം സ്പെഷ്യലായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നൽകുന്നു. എന്താണ് ആ റെസ്പോൺസിബിലിറ്റി? ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക, ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയാതെ കൊടുക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പഠിക്കാൻ സഹായിക്കുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, ആരോഗ്യമില്ലാത്തവർക്ക് മരുന്നിനുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മളോട് മാർപ്പാപ്പ ഹ്യൂമാനിറ്റി ഇക്കോണമിക്സിനെ കുറിച്ചും ഒത്തിരി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം. മാർപ്പാപ്പ പണ്ടത്തെ സമൂഹത്തെയും ഇന്നത്തെ സമൂഹത്തെ തമ്മിലൊരു കമ്പാരിസൺ സ്റ്റഡി നമുക്ക് പറഞ്ഞു തന്നു. പണ്ട് ബാബയിൽ ടവർ പടുന്ന സമയത്ത് ഇഷ്ടിക വീണ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഷ്ടിക പൊട്ടി നശിച്ചു കഴിഞ്ഞാൽ അതിനവിടെ ആ പടന്നുകൊണ്ടിരുന്ന അടിമകളെ അവർ ഭയങ്കരമായിട്ട് ക്രൂശിക്കുമായിരുന്നു, ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു, ഒരു ഇഷ്ടിക താഴെ വീണ് പൊട്ടിയത്. പക്ഷെ എന്നാൽ ഈ അടിമ പടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അന്ന് ഒരു ഇഷ്ടികയ്ക്ക് മനുഷ്യന്റെ ജീവനേക്കാളും വിലയുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ മാർപ്പാപ്പ പറയുണ്ടായി, ഇന്ന് ഒത്തിരി ആൾക്കാർ ഭക്ഷണമില്ലാതെയും മരുന്നില്ലാതെയും ചികിത്സയില്ലാതെയും എല്ലാം മരിക്കുന്നുണ്ട്. അത് നമുക്ക് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമായി മാറി. നമ്മളതിനെക്കുറിച്ച് പറയാറില്ല. പക്ഷെ എന്നാലും അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് താഴെ പോയി, അല്ലെങ്കിൽ ഒരു റിസഷൻ ഉണ്ടായി എങ്കിൽ അത് വലിയൊരു വാർത്തയാണ്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു തന്ന ഇഷ്ടിക താഴെ വീഴുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ച് താഴെ വീഴുന്നു, ഇതെല്ലാം വലിയ പ്രശ്നമാണ്. മനുഷ്യന്റെ ജീവന് മാത്രം വിലയില്ല. നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങൾ മനുഷ്യ ജീവന്, ഹ്യൂമാനിറ്റിക്ക് വില കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. എക്കണോമിക്സ് നല്ല വില കൊടുക്കുന്നത്. അവസാനം ദൈവം നിങ്ങളോട് എന്തേലും സമ്പത്ത് നേടി, എന്തേലും കെട്ടിടങ്ങൾ പണിതു, ഇതൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്തു, ഇതാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളോട് മാർപ്പാപ്പ പറയുകയുണ്ടായി, ജീവന്റെ രണ്ടറ്റവും ഇന്ന് സമൂഹം തള്ളിക്കളയുകയാണ്. അവർക്ക് വേണ്ട, കുട്ടികളെയും വേണ്ട, ജോലിയില്ലാത്ത ചെറുപ്പക്കാരെയും വേണ്ട, പ്രായം ചെന്ന വൃദ്ധരെയും വേണ്ട. കാരണം ഇവരൊന്നും പ്രൊഡക്റ്റീവല്ല. ഇന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇവരൊന്നും ഇൻകം ജനറേറ്റ് ചെയ്ത ആൾക്കാരാണ്. ജോലിയില്ലാത്ത ചെറുപ്പക്കാരും കുഞ്ഞു കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ഇൻകം ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരെ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ആകില്ല. നിങ്ങൾ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരായിരിക്കും. മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞ ഏറ്റവും വലിയ നല്ലൊരു ഉപദേശം, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഗൈഡൻസ് ഉണ്ട്, ഒരു പേഴ്സണായിട്ട് കൗൺസിലിംഗാണ്. അത് ദൈവം ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ കൗൺസിലിങ്ങിന്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക, നമ്മുടെ ജീവിതത്തിലുടനീളം ആ വ്യക്തിയായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാം തീരുമാനമെടുക്കുന്നതിന് പ്രാർത്ഥിക്കുക, ഉപദേശം തേടുക. മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞത്, ഞാനും ഒരു സാധാരണ പോപ്പാണ്, ഞാനൊരു മിസ്റ്റർ പോപ്പല്ല.
എനിക്കും ഉണ്ട് ഒരു പേഴ്സണൽ കൗൺസിലറും ഒരു പേഴ്സണൽ കൺഫസറും. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. മാർപ്പാപ്പ പറഞ്ഞ മെസ്സേജ് എല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ചേക്കാണ്. നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൗകര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്. നിങ്ങൾക്കപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. പിന്നെ യേശുക്രിസ്തുവിന്റെ സ്നേഹവും പ്രത്യാശയും എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കുക. ജീവനെ സംരക്ഷിക്കുന്നവരാകുക. എക്കണോമിസ്റ്റ് ആകാതെ ഹ്യൂമാനിസ്റ്റ് ആകാതെ നമ്മുടെ സമൂഹത്തിലും ഇടവകയിലും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് സ്നേഹത്തോടെ ചെയ്യുക. ദൈവത്തിന്റെ പിടിക്കായിട്ട് കാത്തിരിക്കുക. ദൈവം എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുക. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മൾ പോപ്പിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനം ലഞ്ചിന്റെ ഏറ്റവും അവസാനം മാർപ്പാപ്പ മാതാവിന് വേണ്ടിയും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം എണീപ്പിച്ച് നിർത്തിയിട്ട് കൊന്തയുടെ ഒരു നന്മ പറയുമ്പോൾ ഒരു ഇതും പരിസ്ഥിതി പറയുമ്പോൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ മദർ ടങ് ആ ലാംഗ്വേജിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചു, കുറേ ആൾക്കാർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചു, കുറച്ച് ആൾക്കാർ സ്പാനിഷിലും പോർച്ചുഗീസിലും ഇറ്റാലിയനിലും എല്ലാം പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മാർപ്പാപ്പ പറയണം, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ല നമ്മുടെ പ്രാർത്ഥന. ഇത്രയും ഭാഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മളെല്ലാം ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നമ്മുടെ മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും ഇത് തുടർന്നും ചെയ്യുക. കൊന്ത എപ്പോഴും ചെയ്യുക. പറ്റുന്ന സമയത്തെല്ലാം കൊന്തയിൽ പ്രാർത്ഥിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് മാർപ്പാപ്പ എനിക്കല്ല എല്ലാവർക്കും 12 പേർക്കും ഗിഫ്റ്റുകൾ കൊടുത്തു. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒരു കൊന്തയും ഒരു മാർപ്പാപ്പയുടെ ഒരു മെഡലുമാണ് കിട്ടിയത്. നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പയുടെ എനിക്ക് ഒരു വളഞ്ഞൊരു കുരിശ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുരിശിന്റെ ഇതിലുള്ളൊരു കൊന്തയാണ് കിട്ടിയത്. പിന്നെ ഒരു മാർപ്പാപ്പയുടെ ഇതുള്ള ഒരു മെഡലും കിട്ടി. അതൊക്കെ കഴിഞ്ഞ് എടുത്തൊരു ഫോട്ടോയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇന്ത്യയുടെ ഒരു 100 രൂപ നോട്ടാണ് ഇരിക്കുന്നത്. അത് എൻ്റെ വലിയപ്പ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നതാണ്. ഇത് നീ സൂക്ഷിച്ചു വെച്ചോ, എപ്പോഴും നിന്റെ പേഴ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നോട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അന്നേരം ഫോട്ടോഗ്രാഫി വാങ്ങിക്കാനും മാർപ്പാപ്പയ്ക്ക് ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർ ഒത്തിരി ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം വന്നപ്പോൾ ഫോട്ടോഗ്രാഫി ഇടുന്ന ഒപ്പൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഒന്നുമില്ല. ഞാൻ പേഴ്സ് നോക്കിയപ്പോഴത്തേന് ഈ ഒരു നോട്ടിൽ കൊടുത്തു. അപ്പോൾ ഈ നോട്ട് എടുത്ത് മാർപ്പാപ്പയുടെ കൊടുത്തു. മാർപ്പാപ്പയോട് ചോദിച്ചു, എനിക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞു, തരാൻ പറ്റത്തില്ല, എൻ്റെ വലിയപ്പനേക്ക് തന്നാണ് വയ്ക്കുന്നത്. ഞാൻ വേറൊരു 100 രൂപ നോട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് മാർപ്പാപ്പ ഒപ്പിട്ടുന്നു. അതാണ് ആ നോട്ടാണ് കഴിച്ചത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലഞ്ചെല്ലാം കഴിഞ്ഞ് മാർപ്പാപ്പ പോകുന്നതിന് മുമ്പ് നമ്മളെ ഒരു ലഞ്ചിനും കൂടെ ഇൻവൈറ്റ് ചെയ്യും. ആ ലഞ്ചിന്റെ സമയം ഇപ്പം പറയാൻ പറ്റത്തില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞു. പക്ഷേ നിങ്ങൾ എല്ലാവരും പറയണം, നിങ്ങൾ പോയിട്ട് എല്ലാവരെയും ആ ലഞ്ചിന് ഇൻവൈറ്റും ചെയ്യണം. അതാണ് സ്വർഗീയ വിരുന്ന്. ആ സ്വർഗീയ വിരുന്നിന് നിങ്ങളെല്ലാം ഞാനും ഇൻവൈറ്റ് ചെയ്തു, മാർപ്പാപ്പ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു. അതൊരു ചെറിയൊരു കാര്യമാണെങ്കിലും അതിൻ്റെ അകത്ത് ഒത്തിരി മെസ്സേജ് അടങ്ങിയിട്ടുണ്ട്. സ്വർഗീയ വിരുന്ന് നമുക്ക് സ്വർഗത്തിലെ കഴിക്കാൻ പറ്റും. അതിനാദ്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇടുങ്ങിയ വഴിക്കൂടെ തന്നെ പോകണം. ആ ഒരു കാര്യമാണ് നമ്മുടെ ഈ ചെറിയ മെസ്സേജിലൂടെ മാർപ്പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് അത് കഴിഞ്ഞിട്ടുള്ളൊരു ലഞ്ച് കഴിഞ്ഞ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പോകാമെന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞ് നമ്മുടെ സെക്യൂരിറ്റിക്കാരെല്ലാം വന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരെ ഒരു വണ്ടി എടുത്ത് ഒരു ബസ്സിൻ്റെ അകത്ത് കയറ്റി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സെക്യൂരിറ്റിയും പട്ടാളം എല്ലാം നമ്മളെ കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഐഡിയ ഇല്ല. കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്ന സ്ഥലമായിരുന്നു. അവിടെ കൊണ്ടുപോയി നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്ന കുറേ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും. അപ്പം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്കാണ് അവസരം ലഭിച്ചത്. 3 ഭാഷയാണ് ആൾക്കാർ സംസാരിച്ചു. പോർച്ചുഗീസിലും സ്പാനിഷിലും ഇംഗ്ലീഷിലും സംസാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്കാണ് അവസരം ലഭിച്ചത്. ഇനി റിയോയിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് ഒത്തിരി കാണിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്
ഇത് അവിടുത്തെ ഒരു മെട്രോപൊളിറ്റൻ കത്തീഡ്രലാണ്. ഈ പള്ളിക്കകത്ത് ഏകദേശം ഒരു 12,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ആ പള്ളിക്ക് ഒരു 70 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ഒരു നല്ല പള്ളിയാണ്. അതിൻ്റെ കുരിശൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം. അത്രമാത്രം ഹൈറ്റാണ്. ഈ പടം നിങ്ങളൊന്നും കണ്ടിട്ടാണ്. ബ്രസീലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ എല്ലാവരും ക്രൈസ്ത റെഡീമർ എന്നുള്ളൊരു പ്രതിമയാണ്. ഇതിൽ ഏകദേശം ഒരു 40 മീറ്ററോളം പൊക്കമുണ്ട് ഈ പ്രതിമയ്ക്ക്. അവിടുത്തെ ആ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഓക്കലൻഡിൽ പോയി കഴിഞ്ഞാൽ സ്കൈ ടവർ കാണുന്നവരെ സിറ്റിയുടെ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പ്രതിമ കാണാൻ പറ്റും. എപ്പോഴും നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് രണ്ടുപേരും നീട്ടി ഇൻവൈറ്റ് ചെയ്യുന്നൊരു യേശുക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തുന്നൊരു ഫോട്ടോയാണ്. ഇങ്ങനെ വിളിച്ചിരിക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതായിരുന്നു സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. താങ്ക് യു. നമ്മൾ ഈ അവസാനം കാണുന്നത് ഇവിടുത്തെ വേൾഡ് യൂത്തിയുടെ ഒരു മെയിൻ ഒരു പോസ്റ്ററായിരുന്നു. ശാന്തമായിട്ടിരിക്കുക, ശിഷ്യന്മാരെ നേടുക, അതാണ് എൻ്റെ ഒരു മെസ്സേജ്. ഈ മെസ്സേജ് ഉൾക്കൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ ആ മെസ്സേജ് ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാണ് നമ്മൾ ശ്രമിക്കാം.